പുനരുത്ഥാനവും ജീവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൽ നമ്മുടെ മഹായിടവകയിലെ വിശ്വാസികൾക്കും അതിൽ പങ്കുചേരാൻ ദൈവം അവസരം നൽകുന്നു. അതിനോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം പരാജയ ഭീതിയിൽ കഴിഞ്ഞവർക്ക് വിജയം പ്രദാനം ചെയ്യുന്നതും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഇടപെടുന്നവർക്ക് ആത്യന്തികമായി വിജയം അനുഭവിക്കാൻ സാധിക്കുമെന്ന ഉറപ്പ് നൽകുന്നതുമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരം അടക്കം ചെയ്തതിന് ശേഷം ശബത്തിന്റെ എല്ലാ നിയമങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനൊപ്പം ശുശ്രൂഷയിൽ പങ്കുചേർന്ന ഒരു കൂട്ടം വനിതകൾ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് ലേപനം ചെയ്യുന്നതിന് വേണ്ടി കല്ലറയ്ക്കൽ എത്തുകയാണ്. റോബർട്ട് ഷ്രൈറ്റർ എന്ന റോമൻ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത്, ആ കല്ലറയെ മൂടിയിരുന്ന കല്ല് ഏകദേശം 1.5 ടൺ ഭാരമുള്ളതും 20 പുരുഷന്മാർ വിചാരിച്ചാൽ മാത്രം നീക്കം ചെയ്യാൻ സാധിക്കുന്നതുമായ അത്രയേറെ ഭാരമുള്ള ഒരു കല്ലായിരുന്നു അന്നത്രേ. അതേസമയം വനിതകൾക്ക് കാണാൻ സാധിച്ചത് ഇത്രയും ഭാരമുള്ള കല്ല് മാറ്റിയ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമില്ലാത്ത ഒരു ഒഴിഞ്ഞ കല്ലറയെയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത്, ഒരു ഭൂകമ്പം ഉണ്ടായി എന്നും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് കല്ലറ വാതിൽ അടച്ചിരുന്ന ഭാരമുള്ള കല്ല് മാറ്റിയതിനെക്കുറിച്ചും ആ കല്ലിന്മേൽ മിന്നുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇരുന്ന് ഈ വന്ന വനിതകളോട് സംസാരിക്കുന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. ഈ ഒരു സദ്വാർത്ത ആദ്യമായി ലോകത്തെ സാക്ഷീകരിക്കുന്നത് വനിതകളാണ്. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വനിതകളുടെ സാക്ഷ്യത്തിന് ഒരു പ്രാധാന്യവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തു വളരെ ബലഹീനവും അതേസമയം അർത്ഥവത്തുമായ വനിതകളുടെ സാക്ഷ്യത്തിലൂടെ തൻ്റെ പുനരുത്ഥാനത്തെ ലോകത്തെ അറിയിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തു ആദ്യമായി പ്രത്യക്ഷത നൽകുന്നത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. മഗ്ദലക്കാരത്തി മറിയ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലൂടെ രോഗശാന്തി നേടി തുടർന്ന് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗഭാക്കായ ഒരു വനിതയാണ്. കൂടാതെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ മഗ്ദലക്കാരത്തി മറിയയുടെ സുവിശേഷം എന്ന ആലേഖനം ചെയ്ത ഒരു സുവിശേഷ പ്രതി ക്രൈസ്തവ സഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭത്തിലുള്ള 7 പേജുകൾ നഷ്ടപ്പെട്ട ഒരു പ്രതി ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഡാന റോബർട്ട്സ് എന്ന ദൈവശാസ്ത്രജ്ഞയും ദൈവഭക്തയുമായിട്ടുള്ള ഒരു വനിത പറയുന്നത്, അപ്പോസ്തലന്മാരുടെ ആദ്യ അപ്പോസ്തലയായിരുന്നു ഇവരെന്നാണ്. അപ്പോസ്തലന്മാർക്ക് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ആദ്യമായി സാക്ഷിക്കുന്ന ഒരു വനിതയായിട്ടാണ് മഗ്ദലക്കാരത്തി മറിയയെ ചിത്രീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എല്ലാ പരാജയങ്ങളിൽ നിന്നും ശിഷ്യന്മാർക്ക് പുതിയ ഊർജവും ശക്തിയും പ്രദാനം ചെയ്ത ഒരനുഭവമായിരുന്നു. ഏത് നീതി പ്രവൃത്തികൾക്കും ആത്യന്തികമായി വിജയമുണ്ടെന്നും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നീതിക്കായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ നീതിബോധമുള്ള സമൂഹങ്ങളെ വാർത്തെടുക്കാൻ സാധിക്കും. ജീവന്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഈസ്റ്റർ ആശംസകൾ ഞാൻ ഏവർക്കും നേർന്നുകൊള്ളുന്നു.